ഗാന്ധിജി ലോകത്തിന് സമർപ്പിച്ച ഏറ്റവും വലിയ സംഭാവനയാണ് അഹിംസ, നോൺ വയലൻസ്. കേട്ടോ? എന്താ നോൺ വയലൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്? മറ്റൊരാളെ കൊല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, യാതൊരു കാരണവശാലും മറ്റൊരാളുടെ മനസ്സിനോ ശരീരത്തിനോ ചിന്തകൾക്ക് പോലും മുറിവേൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നോൺ വയലൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. India movement was a movement launched Congress Committee by Mahatma Gandhi on 8 August 1942. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ ഇന്ത്യൻ ജനതയുടെ മുന്നേറ്റത്തിൽ ഗംഭീര സ്വാതന്ത്ര്യമായിരുന്നു ക്വിറ്റ് ഇന്ത്യ. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ കോൺഗ്രസ് ആണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അന്നത്തെ സമരത്തിനെ ഒന്ന് അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ ഒന്ന് കണ്ടു നോക്കാം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷങ്ങൾ ഇന്ത്യയെ മാതൃരാജ്യമായി സ്വീകരിച്ച് 40 വർഷത്തോളം ജീവിച്ച് ഇന്ത്യയുടെ നവോത്ഥാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രവർത്തിച്ച ആംഗ്ലോ ഐറിഷ് വനിത. ആനി ബെസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലും ഏർപ്പെട്ടു. 1916 ബാലഗംഗാധര തിലകിനൊപ്പം ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ് ആരംഭിച്ചു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സരോജിനി നായിഡു ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും കവയിത്രിയുമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനായിരുന്നു ലാലാ ലജ്പത് റായ്. ബ്രിട്ടീഷ് രാജിനെതിരെയുള്ള രാഷ്ട്രീയ പടനീക്കത്തിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. അടുപ്പമുള്ളവർ ലാലാജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പഞ്ചാബിലെ സിംഹം എന്ന അപരനാമത്തിലും അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ചരമദിനമായ നവംബർ 17 ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കാറുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച് നെഹ്റു രാജ്യാന്തര തലത്തിൽ ചേരിചേരാ നയം അവതരിപ്പിച്ചും ശ്രദ്ധ നേടിയിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആശസ്സുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മാറിയ ഇദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 1964 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. രാഷ്ട്രീയ നേതാവ്, പത്രപ്രവർത്തകൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനായ ഭാരതത്തിലെ ഒരു നേതാവായിരുന്നു ബാലഗംഗാധര തിലക്. പേരുകേട്ട സംസ്കൃത പണ്ഡിതനായിരുന്നു അദ്ദേഹം. വേദ ആചാര്യന്മാരുടെ കാലനിർണയം അദ്ദേഹം ചെയ്തത് അക്കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ അദ്ദേഹത്തിന്റെ ആശയമാണ്. ത്തിലെ മുൻനിര സ്ത്രീകളിൽ ഒരാളായിരുന്നു അരുണ ആസിഫ് അലി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലെ സജീവ അംഗമായിരുന്നു അരുണ. 1942 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ബോംബെ സെഷനിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. പ്രധാന നേതാക്കളെയും വർക്കിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളെയും ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്തു. 1942 ഓഗസ്റ്റ് 9 ഗോവാലിയ ടാങ്ക് മൈതാനിയിൽ കോൺഗ്രസ് പതാക ഉയർത്തി പ്രസ്ഥാനത്തിന് അരുണ ആസിഫ് അലി തുടക്കം കുറിച്ചു. അവളുടെ ധീരതയ്ക്ക് 1942 പ്രസ്ഥാനത്തിന് നായികയായി അവരെ തിരഞ്ഞെടുത്തു. ഗ്രാൻഡ് ഓൾഡ് ലേഡി എന്നാണ് അരുണ ആസിഫ് അലിയെ ഇന്ത്യൻ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. മുഖ്യ ശില്പിയാണ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ. അടിസ്ഥാന വർഗ ജനതയുടെ നവോത്ഥാന നായകനും ഇന്ത്യൻ നിയമജ്ഞനും പണ്ഡിതനും അധസ്ഥിതരുടെ രാഷ്ട്രീയ നേതാവുമായിരുന്നു അംബേദ്കർ.
ഇന്ത്യൻ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പോരാടുന്നതിന് അദ്ദേഹം തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. 1990 ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി അംബേദ്കറിന് സമ്മാനിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. വിജയലക്ഷ്മി പണ്ഡിറ്റ് UN ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളുമായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ്. ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയും ഇന്ത്യൻ നയതന്ത്രജ്ഞയുമാണ് അവർ. 1, 3, 4 ലോകസഭകളിലെ അംഗവുമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയയായ അവർ പ്രസ്ഥാനത്തിനു വേണ്ടി നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചു. ചന്ദ്രശേഖർ ആസാദ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ദേശീയവാദ വിപ്ലവകാരിയായിരുന്നു. ഭഗത് സിംഗിന്റെ ഗുരുവായും അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ചന്ദ്രശേഖർ വിദ്യാഭ്യാസം പാതി വഴിക്ക് ഉപേക്ഷിച്ചാണ് സമരത്തിന്റെ തീച്ചുവളിയിലേക്ക് നടന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്നിവ പ്രധാന പ്രചോദനങ്ങളായിരുന്നു. വൈകാതെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മാർഗം വിപ്ലവത്തിലൂടെയാണെന്ന് മനസ്സിലാക്കി ആ വഴിയിലേക്ക് തിരിഞ്ഞു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, നവജവാൻ ഭാരത് സഭ, കീർത്തി കിസാൻ പാർട്ടി എന്നീ സംഘടനകളുടെ സംഘാടകനും ബുദ്ധി കേന്ദ്രവുമായിരുന്നു ചന്ദ്രശേഖർ ആസാദ്. റാണി ലക്ഷ്മിഭായ് എന്ന ഝാൻസി റാണി. മറാത്ത ഭരണത്തിന് കീഴിലായിരുന്ന ഝാൻസിയിലെ രാജ്ഞിയായിരുന്നു ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിഭായ്. 1887 ശിപായി ലഹളയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചവരിൽ പ്രധാനിയായിരുന്നു റാണി. ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ഈ ധീരവനിത. ബ്രാഹ്മണ സ്ത്രീകൾ ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷം ഭൗതിക ജീവിതം ഉപേക്ഷിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ രാജ്യഭരണം ഏറ്റെടുത്തത് പുരോഗമനപരമായ ഒരു നിലപാടായി കരുതപ്പെടുന്നു. 1908 ജൂൺ 25 ഹരിയാനയിലെ അംബാല ജില്ലയിൽ ജനിച്ച അവർ ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. 1946 ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപീകരിക്കുന്നതിനായി രൂപീകരിച്ച പുതിയ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട 15 സ്ത്രീകളിൽ ഇവരും ഉൾപ്പെടുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുൻനിരയിലേക്ക് വരികയും അവരുടെ ഇടപെടലിന്റെ പേരിൽ അറസ്റ്റ് വരികയും ചെയ്തു. 1940കളിൽ സ്വാതന്ത്ര്യ സമരത്തിനായി ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസ് എന്ന വനിതാ വിഭാഗത്തിന്റെ സ്ഥാപകയായിരുന്നു സുജേത കൃപാലാനി. ഭിക്കാജി റുസ്തം കാമ എന്ന മാഡം കാമ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ധീരവനിതയായിരുന്നു മാഡം കാമ. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് വേദിയിൽ വെച്ച് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി അവർ അവധിലെ അവസാനത്തെ നവാബായിരുന്ന വാജിദ് അലി ഷായുടെ ഭാര്യയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. സൗന്ദര്യത്തിനും ധൈര്യത്തിനും ഒരുപോലെ പേരുകേട്ട ഇവർ 1857 സ്വാതന്ത്ര്യ സമരകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടുകയുണ്ടായി. ബ്രിട്ടീഷുകാർ വാജിദ് അലിയെ നാട് കടത്തിയതിനെ തുടർന്ന് അധികാരമേറ്റെടുത്ത ഹസ്രത്ത് മഹൽ അവധിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ചേർക്കുന്ന ശ്രമങ്ങൾക്കെതിരെ പോരാടി. നാനാ സാഹിബ് നിങ്ങൾക്കറിയോ, ഇപ്പൊ നമ്മുടെ ഇവിടെ മുണ്ടും ഷർട്ടും സാരിയും ഉപയോഗിക്കുന്നു. തൊട്ടപ്പുറം തമിഴ്നാട്ടില്, ആന്ധ്രയില്, കർണാടകയില് പഞ്ചാബി വേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ജോയൽ ആൻഡ് ശ്രേയ. ഒറീസയിലെ വേഷവിധാനം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അനശ്വര സന്തോഷ്.